നമസ്കാരം. ഇന്ന് തൃപ്പയാർ ഏകാദശിയാണ്. ഏകാദശിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏകാദശി ദിവസം ഭഗവാൻ നൽകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം ശ്രീരാമസ്വാമിയുടെ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ചിത്രമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ശ്രീരാമജയം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സാമ്പത്തികമായ നേട്ടങ്ങൾ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ആ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയും എന്നാൽ അത്തരം കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചടിയായി മാറുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കും. പ്രധാനമായും ഈശ്വര കടാക്ഷത്താൽ, സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും ചെയ്യുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിങ്ങൾക്കുണ്ട്, കലഹങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കലഹങ്ങളും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. അതിനാൽ മനസമാധാനം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്താനങ്ങളാൽ പലവിധ ക്ലേശങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ആ ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മനസന്തോഷം ജീവിതത്തിൽ വർദ്ധിക്കും. ആഗ്രഹിക്കുന്നതായ പല യാത്രകളും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ആഗ്രഹിക്കുന്നതായ യാത്രകൾ നിങ്ങൾക്ക് നടക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധ പുലർത്തുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ഏത് കാര്യവും നിയന്ത്രിക്കാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മനക്ലേശങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ലാഭം വർദ്ധിക്കുക, പ്രതീക്ഷിക്കാത്തതായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ബിസിനസ് പരമായ ഉയർച്ച, ബിസിനസ് പരമായ നവീകരണം തുടങ്ങിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ മുൻപത്തെ അപേക്ഷിച്ച് അല്പം കൂടി വർദ്ധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതലായി വന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കേണ്ടതായി വരാം. എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധയോടെയും ഈശ്വര കടാക്ഷത്തോടെയും തീരുമാനിക്കുവാൻ സാധിക്കുന്നതിനാൽ ആ കാര്യങ്ങൾ ഭാവിയിൽ മുതൽക്കൂട്ടായി മാറുന്നതാണ്. അത്തരം കാര്യങ്ങൾ വരികയാണ് എങ്കിൽ ഭഗവാനെ ആരാധിച്ച് തന്നെ, ഭഗവാനെ ഒരു നിമിഷം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. സാമ്പത്തിക ഭദ്രതയ്ക്കായുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അത് ശരിയായ രീതിയിൽ ഫലവത്താകുന്നില്ല എന്നതാണ് വാസ്തവം. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക കാര്യങ്ങളിൽ ഭദ്രത അഥവാ സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ വീട്ടിൽ ഐശ്വര്യം, സന്തോഷം, സമാധാനം നിറയുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കർമ്മവുമായി ബന്ധപ്പെട്ട് പല തിരിച്ചടികളും ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ കർമ്മരംഗത്തോ നിങ്ങൾ ചെയ്യുന്നതായ കർമ്മവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ധനപരമായ നേട്ടങ്ങൾക്ക് അത് വഴിയൊരുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു.
മറ്റുള്ളവർ അസൂയപ്പെടും വിധം ചില അനുകൂലമായ കാര്യങ്ങൾ, നേട്ടങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഏതൊരു പ്രശ്നവും താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. രണ്ടാമത്തെ ചിത്രമായ ഗുരുവായൂരപ്പന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഏകാഗ്രത പലപ്പോഴും നഷ്ടപ്പെടുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിനാൽ പല കാര്യങ്ങളിലും പരാജയങ്ങൾ അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിടേണ്ടതായ സാഹചര്യമോ ജീവിതത്തിലുണ്ട്. അത് മാറണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. മനസ്സിനെ ഒരു കാര്യത്തിലും ഉറപ്പിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. ഒന്നിൽ നിന്നും അടുത്ത കാര്യത്തിലേക്ക് അല്ലെങ്കിൽ പലവിധ ചിന്തകളാൽ ഒന്നും മനസ്സിൽ നിലനിൽക്കാത്തതായ സാഹചര്യമുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വരും. പ്രധാനമായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ, അനുകൂലമായി വന്ന് ഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മനോബലം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശാരീരികപരമായ ക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ശാരീരികപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം. പോസിറ്റീവായ ചിന്താഗതി അനിവാര്യം തന്നെയാകുന്നു. പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ജീവിതത്തിലുണ്ട്. അത് തരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും വഴിമാറിപ്പോകും എന്ന് തന്നെ പരാമർശിക്കാം. ഭാവിയിൽ നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ, അനുകൂലമായ ഒരു ജീവിതം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ആഗ്രഹങ്ങൾ നടക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ വന്നു ചേരാം. കർമ്മരംഗത്ത് നേട്ടങ്ങൾ, ഉയർച്ച വന്നു ചേരുവാൻ സാധിക്കുന്നതായ സാഹചര്യമുണ്ട്. സാമ്പത്തികപരമായ ഉയർച്ച പോലും വന്നു ചേരാം. വിദ്യയിൽ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യമുണ്ട്. വിദ്യയിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ തിരിച്ചടികൾ നേരിടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അനാവശ്യമായ ഭയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. എന്നാൽ പലപ്പോഴും അതിന് സാധിക്കാതെ വരികയും എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആത്മധൈര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈശ്വരാധീനമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ, അഥവാ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. ആ കാരണം കൊണ്ട് തന്നെയാണ് തീർച്ചയായും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും. പെട്ടെന്ന് തന്നെ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. സ്വയം ഉയർച്ചയ്ക്ക് തടസ്സമാകുന്നതായ ചില കാര്യങ്ങൾ, സ്വയം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമാകുന്നതായ ചില കാര്യങ്ങളുണ്ട്. ആ തടസ്സങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യം ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. തടസ്സങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കുവാൻ സാധിക്കും. എന്നാൽ അല്പം പ്രയത്നിക്കേണ്ടതായി വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം വന്നു ചേരാം. അർഹമായ പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടമായിട്ടുള്ളവരാണ് നിങ്ങൾ. അത്തരം നഷ്ടങ്ങൾ ഇനി ജീവിതത്തിൽ വന്നു ചേരാതിരിക്കുവാൻ ചില കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ചില നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. പ്രധാനമായും ശരിയായ രീതിയിൽ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കുവാനും ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ പ്രവൃത്തികൾ ചെയ്യുവാനും സാധിക്കുന്നതായ സാഹചര്യം ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും. പലപ്പോഴും ഭഗവാന്റെ പരീക്ഷണങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അത് തരണം ചെയ്യുവാൻ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അതിനാൽ ഭഗവാനെ നിത്യവും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നതുമാണ്.